Hi, എൻ്റെ ഡെസ്കിൽ കുറച്ച് മാജിക്കൽ എഫക്റ്റ് വേണം. So, I decided to make this magical flower using pipe cleaners. Let's make it. സോ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. കുറച്ച് നാളായിട്ട് ഈ ലോങ് വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നിട്ട് എനിക്ക് ഇന്നാണ് ഒരു പ്രോപ്പർ ടൈമും എല്ലാം കിട്ടിയത്. സോ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇഫ് യു ലൈക്ക് മൈ കോണ്ടന്റ്, ഗിവ് എ ലൈക്ക്. And this is my Instagram account. Do follow me on Instagram also. And give away the winner I will be announcing at the end of this video. So watch to the end. Now let's make this Rapunzel flower. സോ ആദ്യം നമ്മൾ പെറ്റൽസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെറ്റൽസിന് നമുക്കാണെങ്കിൽ 5 പൈപ്പ് ക്ലീനേഴ്സ് ആണ് ആവശ്യം. ഈ 5 പൈപ്പ് ക്ലീനേഴ്സ് ഇതേപോലെ ഒന്ന് മടക്കി വെക്കണം. ഇതിലിനി 4 പൈപ്പ് ക്ലീനേഴ്സ് ഇതേപോലെ നിരത്തി വെച്ചിട്ട് ഒരു പൈപ്പ് ക്ലീനർ എടുത്ത് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടണം. ഇതിങ്ങനെ നിരത്തി വെക്കുമ്പോൾ ഒരു പ്രത്യേക ഷേപ്പ് കിട്ടും. ആ ഒരു ഷേപ്പിന് വേണ്ടിയാണ് ഇത് നിരത്തി വെക്കണം. ഇപ്പം നിരത്തി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നിരത്തി വെക്കണം. ഇനി ടൈറ്റ് ചെയ്ത ശേഷം മുകളിലുള്ള ആ 2 പൈപ്പ് ക്ലീനർ ഇതേപോലെ ഒന്ന് ചുരുട്ടി വെക്കണം. ഇത് നമ്മുടെ പെറ്റൽസിന്റെ ആ ബോർഡറിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് ഓപ്ഷണലാണ്, പക്ഷെ ആ ഒരു മെസ്സി ലുക്ക് ഇല്ല നമ്മുടെ മാജിക്കൽ ഫ്ലവറിന്റെ. ആ ഒരു മെസ്സി ലുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ വേണം, എന്നാലും അതിനൊരു ഭംഗി കിട്ടത്തുള്ളൂ. എന്നിട്ട് താഴെയും കൂടെ കെട്ടിക്കൊടുത്താൽ നമ്മുടെ പെറ്റൽസ് റെഡിയാവും. നമുക്ക് അങ്ങനെ ഒരു 6 പെറ്റൽസ് ആണ് ആവശ്യം. നിങ്ങൾക്കാണെങ്കിൽ 5 യൂസ് ചെയ്യാം, പക്ഷെ 6 പെറ്റൽസ് ആണ് ബെറ്റർ. ഇനി നമ്മുടെ മാജിക്കൽ ഫ്ലവറുടെ അകത്തുള്ള ആ ഒരു ഡിസൈനിന് വേണ്ടി ഇതേപോലെ ഒരു വയലറ്റ് പൈപ്പ് ക്ലീനർ എടുത്ത് കട്ട് ചെയ്ത് ഒന്ന് മടക്കിയിട്ട് ആ മടക്കിയ ഭാഗത്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് നമ്മുടെ പെറ്റൽസിൽ ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഒരു യെല്ലോ പൈപ്പ് ക്ലീനർ ഇതേപോലെ ഒന്ന് ചുരുട്ടി ഈ ഒരു ഷേപ്പിലാക്കി എടുക്കണം. അങ്ങനെ ഒരു 3 എണ്ണം. ഇനി ഒരു മാജിക്കൽ എഫക്റ്റ് കിട്ടാൻ LED ലൈറ്റ് ഇതേപോലെ ചുറ്റി വെക്കണം. പക്ഷെ ലാസ്റ്റ് കുറച്ച് LED ലൈറ്റ് ചുറ്റല്ലേ, അത് നമ്മുടെ സ്റ്റെമ്പിൽ ലൈറ്റ് എത്താനാ. ഇനിയാണ് നമ്മുടെ മെയിൻ പ്രോസസ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ പോലെ ഇതേപോലെ എല്ലാം കൂടി ഇങ്ങനെ നിരത്തി വെച്ച് എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ചെന്ന് ഈ പ്രോസസ് ഷേപ്പൊക്കെ ഒന്ന് തെറ്റിപ്പോകാനൊക്കെ ചാൻസസ് ഹൈ ആണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് ഷേപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് താഴെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് ഇരിക്കും. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡ് ഒന്ന് ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് സ്റ്റിക്ക് ചെയ്തോ. ഇനി നമുക്ക് ബിഗ് ലീവ്സും വേണം, സ്മോൾ ലീവ്സും വേണം. അപ്പൊ ബിഗ് ലീവ്സിന് നമുക്ക് 3 പൈപ്പ് ക്ലീനർ ആണ് ആവശ്യം. ഈ 3 പൈപ്പ് ക്ലീനറിൽ നമ്മൾ നേരത്തെ ചെയ്ത നമ്മുടെ പെറ്റൽസ് ഇല്ലേ, അതേപോലത്തെ സെയിം പ്രോസസ് ആണ്, പക്ഷെ നമുക്ക് ബോർഡറിന്റെ ആവശ്യമില്ല. അങ്ങനെ നമുക്ക് 3 ബിഗ് ലീവ്സ് വേണം. ഇനി നമ്മൾ സ്മോൾ ലീവ്സ് ആണ് ഉണ്ടാക്കുന്നത്. സ്മോൾ ലീവ്സ് സെയിം പ്രോസസ്സ് തന്നെയാണ്, പക്ഷെ നമ്മൾ 2 പൈപ്പ് ക്ലീനർ യൂസ് ചെയ്യുന്നത്. ഒരു പൈപ്പ് ക്ലീനർ ആണെങ്കിൽ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് സെയിം സാധനം ഉണ്ടാക്കുകയാണ്. ആൻഡ് ഇവിടെ ഞാനാണെങ്കിൽ 3 സ്മോൾ ലീവ്സ് ആണ് ഉണ്ടാക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ ഉണ്ടാക്കാം. എത്ര ലീവ്സ് ഉണ്ടാകുന്ന അത്രയും ഭംഗി കൂടത്തേ ഉള്ളൂ. ഇനി ഒരു ഫ്ലെക്സിബിൾ കമ്പി എടുത്ത് നമ്മുടെ ഫ്ലവറിന് ആവശ്യമുള്ള ആ ഒരു ഷേപ്പാക്കി എടുക്കണം. സ്റ്റെമ്പിന്റെ തിക്നെസ് കൂടാൻ വേണ്ടി നമുക്ക് ഒരു ന്യൂസ് പേപ്പർ വെച്ച് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലവർ ഇതേപോലെ ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ ബിഗ് 3 ലീവ്സും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റെമ്പ് ഫുള്ള് ഗ്രീൻ പൈപ്പ് ക്ലീനർ വെച്ച് ചുറ്റി കൊടുക്കണം. ചുറ്റുന്ന ഇടയിൽ നമ്മൾ നേരത്തെ വെച്ച ആ LED ലൈറ്റില് ആ LED ലൈറ്റും പിന്നെ സ്മോൾ ലീവ്സും കൂടെ ഒരുമിച്ച് വെച്ചാണ് എല്ലാം ചുറ്റി കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ റപ്പൻസിൽ മാജിക്കൽ ഫ്ലവർ റെഡിയായി. പക്ഷെ കെമിലിയോൺ ഇല്ലെങ്കിൽ നമുക്ക് റപ്പൻസിലിന്റെ ഫ്ലവർ ആണെന്നൊരു ഫീൽ വരത്തില്ല. അപ്പൊ നമുക്ക് കെമിലിയോൺ ഉണ്ടാക്കാം. അപ്പൊ കെമിലിയോൺ ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലെ ഫോയിൽ ഷീറ്റ് എടുത്ത് 2 ബോൾ ഉണ്ടാക്കണം. എന്നിട്ട് ഗ്രീൻ പൈപ്പ് ക്ലീനർ വെച്ച് ആ ബോൾ ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കണം. ചുറ്റുമ്പോൾ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് മുകളിലത്തെ ഭാഗം ഒന്ന് ചുറ്റി വെച്ചിട്ട് താഴെയും സെയിം സാധനം ചെയ്ത ശേഷം മിഡിൽ ഭാഗം ഒന്ന് കവർ ചെയ്താൽ മതി. അതാകുമ്പോൾ ഒരു പെർഫെക്റ്റ് ബോൾ പോലെ കിട്ടും. അല്ലെങ്കിൽ ചിലപ്പം ഒന്ന് കുളമാവാൻ ചാൻസ് ഉണ്ട്. ആക്ച്വലി ഇതിൽ ഒരു ബോൾ തലയും ഒരു ബോൾ നമ്മൾ ബോഡി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. തലയുടെ ഭാഗത്ത് ഒരു വൈറ്റ് പൈപ്പ് ക്ലീനർ ഇതേപോലെ ഒട്ടിച്ചിട്ട് അതിൻ്റെ അകത്തൊരു കണ്ണും കൂടെ വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് ബോഡിയും തലയും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പൈപ്പ് ക്ലീനർ എടുത്ത് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മുടെ കെമിലിയോണിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി കാലിനും കൈയിനൊക്കെ വേണ്ടി ജസ്റ്റ് 2 പൈപ്പ് ക്ലീനർ ചുമ്മാ അങ്ങ് ചുറ്റി കൊടുക്കുക. കുറച്ച് ഷോർട്ടാക്കി കട്ടിക്കങ്ങ് ചുറ്റിയാൽ മതി. അപ്പൊ നമുക്ക് കാലി കിട്ടും. അങ്ങനെ ഒരു 4 എണ്ണം ഉണ്ടാക്കിയിട്ട് നമുക്ക് കൈയും കാലൊക്കെ ഒട്ടിച്ചെടുക്കാം. ഇനി കെമിലിയോണിന്റെ വാലിന് സെയിം സാധനം തന്നെ, പക്ഷെ കുറച്ച് ലെങ്ത് വേണം. കുറച്ച് ലെങ്ത്തിൽ നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കണം. അത് കഴിഞ്ഞ് ഇതേപോലെ ഒന്ന് വളച്ചും കൊടുക്കണം.
ഇനി കുറച്ച് ക്യൂട്ട്നെസ്സിന് ഒരു കുഞ്ഞു പൂവ് നമുക്ക് നമ്മുടെ കെമിലിയോടെ ചെവി വെച്ച് കൊടുക്കാം. കെമിലിയോണിന് ഞാൻ 2 പൂവാണ് വെച്ചെടുക്കുന്നത്. ഇതേപോലെ തന്നെ ഞാൻ ഒരു 3 പൂവ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കെമിലിയോണും പൂവും നമ്മുടെ മാജിക്കൽ ഫ്ലവറിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അതോടെ നമ്മുടെ മാജിക്കൽ ഫ്ലവർ റെഡിയായി. ഇനി നമുക്ക് ഗിവ് അവേ പറ്റി പറയാം. സോ നമ്മുടെ ഗിവ് അവേയുടെ സെക്കൻഡ് വിന്നർ ഒരു പൗച്ചാണ് കൊടുക്കുന്നത്. സോ ആ പൗച്ച് കിട്ടുന്നത് ആൻഡ് ഫസ്റ്റ് വിന്നർ നമ്മളൊരു ജേണൽ കിറ്റാണ് കൊടുക്കുന്നത്. ആ ജേണൽ കിറ്റ് കിട്ടുന്ന ആള് സോ വിന്നേഴ്സ് പ്ലീസ് കോൺടാക്ട് മീ ഓൺ ഇൻസ്റ്റഗ്രാം. ഗിവ് അവേക്ക് വിന്നറാവാൻ പറ്റിയില്ലെന്ന് ഞാൻ നിങ്ങൾ ആരും വിഷമിക്കുന്നത് ചില. കാരണം വെച്ചാൽ നമ്മുടെ ചാനലിൽ ഇനിയും പുതിയ ഗിവ് അവേസ് ഒക്കെ വരും, ഇനിയും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത ഇതിൽ നിങ്ങളായിരിക്കും വിന്നർ. സോ നിങ്ങൾ അതോർത്തൊന്നും വിഷമിക്കുകയൊന്നും ചെയ്യേണ്ട. ആൻഡ് ഇപ്പം എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അടുത്ത ഗിവ് അവേ ചെയ്യണോ അതോ ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞില്ലല്ലോ, ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, ഒരു 15K ആകുമ്പോൾ ചെയ്താൽ മതി, അത് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ കോമെൻറ്റിൽ പറ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പം കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ എൻ്റെ വീഡിയോയിൽ വരാം. അപ്പം അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം. അപ്പം ഞാനത് അനുസരിച്ച് എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യും. അപ്പം ഹോപ്പ് യു ഗൈസ് എൻജോയ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.